ആര്യാണ് ഫ്രം ആരി7. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നോട് ഒത്തിരി സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെന്നയുടെ ഒരു വീഡിയോ ഹെന്ന ചെയ്യുന്നുണ്ട്. ഹെന്ന പൗഡറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പേസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ തലമുറയിലുള്ളൊരു പ്രശ്നമാണ് ചെറുപ്രായത്തിൽ തന്നെ മുടികളൊക്കെ നിറച്ചു പോകുന്നത്. അത് തടയാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ഒത്തിരി ചോദ്യങ്ങളാണ് എനിക്ക് വരാറുള്ളത്. നമ്മുടെ ഹെയർ ഓയിൽ ഒരുവിധം നമുക്ക് അത് പരിഹരിക്കാം കേട്ടോ. ഇനി വരുന്ന മുടികൾ നിരക്കാതിരിക്കാനും ചെറുപ്പം മുതലേ നമ്മുടെ ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിര വരുന്നതിന് മുമ്പേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വരാതിരിക്കാനും നമുക്ക് നമ്മുടെ ഓയിൽ കൊണ്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ഹെന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. ഹെന്ന നമ്മൾ പേസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തലയിൽ ഇതുപോലെ നല്ല നിറച്ച മുടി, ഇതിൽ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലൊരു നിരയുള്ള മുടിയാണ്. അപ്പോൾ ഈ ഒരു തലയിലേക്ക് നമ്മുടെ പേസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം, അതായത് കട്ടൻ ചായയിലൊക്കെ നന്നായിട്ട് തിളപ്പിച്ച് തലേ ദിവസം കൂട്ടി ബീറ്റ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ നെല്ലിക്കയുടെ പൗഡറൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തലക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ അയൺ കണ്ടൻ്റൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ മുടി വളരാനും മുടിക്ക് ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് വകഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു എല്ലാ ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേസ്റ്റിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹെന്ന പൗഡർ ഉണ്ട്, ഫസ്റ്റ് ക്വാളിറ്റി പൗഡറാണ്. നമ്മൾ എന്ത് തലയിൽ യൂസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഒരു ക്വാളിറ്റി കൂടി നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അല്ല എന്നുണ്ടെങ്കിൽ ഗുണത്തിനേക്കാൾ ഏറെ നമുക്ക് ദോഷമാണ് തരുന്നത്. ഇപ്പോൾ നമ്മുടെ പൗഡർ ആണെങ്കിലും അതുപോലെ തന്നെ ഹെന്നയുടെ പേസ്റ്റ് ആണെങ്കിലും ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ അങ്ങനെ തന്നെ വിടുക കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ല പച്ചവെള്ളത്തിൽ, നോർമൽ ആയിട്ടുള്ള പച്ചവെള്ളത്തിൽ, സോപ്പൊന്നും ഉപയോഗിക്കാതെ കഴുകിക്കളയണം. തീർത്ത് നമ്മൾ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കുക. ഇനിയിപ്പോൾ 3 മണിക്കൂർ വെച്ചാലും പ്രശ്നമൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. ഉള്ളവർക്ക് അങ്ങനെ തന്നെ കഴുകിക്കളയുമ്പോൾ നമുക്ക് ചുവപ്പ് കളറിലെ ഹെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്വാളിറ്റിയുള്ള ഹെയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കിട്ടുള്ളൂ. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ നല്ല കളറൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പിള്ളേർക്ക് നല്ലതാണ്. അപ്പോൾ ഇനി അതിനകത്തേക്ക് നമ്മൾ നീലാമരി പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കളർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാം. നമ്മളുടെ ഇത് ഹോം പ്രൊഡക്റ്റ് ആണ്. നമ്മൾ വീട്ടിൽ തന്നെ ഹെയറിന്റെ എത്രത്തോളം ഇതും നമ്മൾ 20 രൂപയ്ക്കാണ് 100 ഗ്രാം സെയിൽ ചെയ്യുന്നത്. പൗഡർ നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ നോർമൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. എനിക്കൊരു ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പച്ചവെള്ളം ചെറു ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് കട്ടയിലേക്ക് കളഞ്ഞതിന് ശേഷം പച്ചവെള്ളം മാത്രം നമ്മൾ ഓരോരുത്തരുടെ മുടിയുടെ നീളത്തിനും തിക്കിനും അനുസരിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ ആരിസിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ വളരെ അതുപോലെ നോക്കിയിട്ട് കുറച്ച് എടുത്താൽ മതി. ആവശ്യക്കാരുടെ ഒരു നീലാമരി ഒരു പുരുഷന്റെ തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മതി. ഒരു കുഴമ്പ് രൂപത്തിലാവുന്നത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതാണ് അതിന്റെ ഒരു കറക്റ്റ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 2 മണിക്കൂർ ചെയ്യുക. നമുക്ക് ഒരു ദിവസം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിത് ഒറ്റ ദിവസം കൊണ്ടിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഹെയർ കിട്ടും കേട്ടോ. നമ്മുടെ പഴയ ഹെയർ നോക്കൂ, ഇത് നോക്കൂ, നമുക്ക് നല്ലൊരു ബ്ലാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ കെമിക്കലൊന്നും ഇല്ലാതെ 100% നാച്ചുറൽ ആയിട്ടുള്ള യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ലൊരു ഹെന്നയാണ് നമ്മുടേത്. ആമസോണിൽ ഇപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ബ്യൂട്ടി പ്രൊഡക്റ്റാണ്, പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇത് ഈ ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ അടിപൊളിയായിട്ടൊരു പ്രൈമറാണ് കേട്ടോ. സംഭവം കിട്ടുവാണ്. ഒരു ഗ്ലേസിങ്ങും ഒക്കെയുള്ള ഒരു നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പ്രൈമറെ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി ഉപയോഗിച്ച് നോക്കിയപ്പോൾ. ഞാൻ അങ്ങനെ പ്രൈമറൊന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇട്ട് നോക്കിയപ്പോഴേക്കും പ്രത്യേക രീതിയിലുള്ളൊരു ഗ്ലേസിങ്ങും ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക,
ഈ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ ഈ ഒരു ഓഫർ വരുന്ന സമയത്തൊക്കെ നമ്മളിത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി അടുത്തത് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഇതും നല്ലൊരു കമ്പനീൻ്റെയാണ്. ഇനി കമ്പനി ഒന്നും എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട, സംഭവം അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ റിമൂവ് ആയി പോകാണ്ട് വാട്ടർ പ്രൂഫായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസർ പരിചയപ്പെടുത്തരാം. ഇതൊരു ഗ്ലിറ്ററോടും കൂടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അത്യാവശ്യം മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മുഖം നല്ല ഗ്ലോ ആയിട്ടൊക്കെ നിൽക്കും കേട്ടോ. ഇതിൻ്റെ കളർ വന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, യൂസ് ചെയ്യാനും സിമ്പിളാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലോടും കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കയ്യിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു തിളക്കവും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങിക്കാം കേട്ടോ. ഇനി ഞാനൊരു ഹൈലൈറ്റർ പരിചയപ്പെടുത്തരാം കേട്ടോ. ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് ഒത്തിരി ഇഷ്ടമായി, അതുകൊണ്ടിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. കോണ്ടോറും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് 2 കളറിലാണ് വരുന്നത്, 2 സൈഡിലായിട്ട് 2 കളർ, 2 ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്തതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇതുപോലെ വന്നിട്ട് കണ്ടില്ലേ, ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറിൽ കിട്ടും. ഇതൊരു ലൈറ്റ് അല്ല, ചെറിയൊരു ഡാർക്ക് ഷെയ്ഡിലുള്ളതാണ്. ഇതാണ് കോണ്ടോറും ഹൈലൈറ്ററും കൂടി ആയിട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ, ഇതൊരു ലൈറ്റ് ഷെയ്ഡിലേയും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മൂക്കൊക്കെ നല്ല ഭംഗിയിൽ നീളത്തിലൊക്കെ വരച്ച് വയ്ക്കാനൊക്കെ സഹായിക്കുന്ന സംഭവമാണ്. ഈ പറഞ്ഞതുപോലെ ബ്യൂട്ടി പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കാൻ പൈസ പോകാനായിട്ട് കുറച്ച് വിഷമമുണ്ടാവും. ഈ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു റേറ്റിൽ നമുക്ക് സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴത്ത് കൊടുക്കാം. ഇനിയുള്ളത് ഒരു അടിപൊളി ഐലൈനറാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊന്ന് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, എന്ത് ഇതിലാണ് ആ ഒരു വര വന്നേക്കുന്നത് കണ്ടോ. ഇത് നല്ല രീതിക്ക് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കണ്ടെഴുതാം. വാട്ടർ പ്രൂഫാണ്. മായ്ച്ചാലൊക്കെ കണ്ണൊക്കെ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളുടെയും സ്പ്രെഡായി പോകുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇത് കണ്ടില്ല, എത്ര ഉറച്ചിട്ടും ഇത് പോകുന്നില്ല. അപ്പോൾ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. നമ്മുടെ എണ്ണയുടെ ഓർഡറിൻ്റെ ആ ഒരു ഒരുക്കമാണ് കേട്ടോ. നമ്മൾ 3 സെക്ഷനായിട്ടാണ് ഓർഡർ എടുക്കുന്നത്. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ടായിട്ടാണ് ഓർഡർ എടുക്കുന്നത്. എല്ലാ ഓർഡർ കൊറിയർ ചെയ്യണത് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് 3 ദിവസത്തിനുള്ളിൽ എത്തണം. 3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഫ്രീസറിലേക്ക് വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ രാവിലെയാണ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രി എടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ രാവിലേക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. ഈ ഒരു ക്യാപ്പ് നമുക്ക്, നിങ്ങളാണ് ഈ ഒരു ക്യാപ്പ്, ഞാൻ ഇതിലൂടെയാണ് പേസ്റ്റിൻ്റെ അകത്തേക്ക് നടക്കുന്നത്. നിങ്ങൾ ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ആക്കിയിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം കഴുകി കളഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് നമുക്ക് മുടി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ തന്നെ നീലാംബരിയുടെ ഫസ്റ്റ് ക്വാളിറ്റി, 2 ഫസ്റ്റ് ക്വാളിറ്റിയുടെ പൊടിയാണ് കേട്ടോ. ഒറ്റ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഒരുപാട് പേര് നമ്മളുടെ ഇത് ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും അവർ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും ഒക്കെ നമ്മുടെ ഇത് ഇട്ട് കൊടുത്തിട്ട് ഓർഡർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. നമ്മൾ ഗൾഫിലേക്ക് വരെയും കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റ്. അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇത് കട്ടൻ ചായ രാത്രി കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് എത്തിക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ ഗൾഫിലേക്ക് വരെ സംഭവം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നീലാംബരി പൗഡർ ഉണ്ട്. അത് ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ലൈറ്റ് പച്ചവെള്ളത്തിലോ നമ്മളൊന്ന് കലക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഹെന്ന ചെയ്ത് റെഡ് കളറായിട്ടുള്ള ആ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഭവം റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത്, ഇനി എന്താ പറയുക, ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകണം. കാരണം കയ്യിൽ ഇതിട്ടില്ലെങ്കിൽ എൻ്റെ കൈയൊക്കെ ആകെ അങ്ങോട്ട് അലമ്പാവും. ഒരാൾ ഭയങ്കര അലമ്പാണ്. ഞാനിതൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ അവളുടെ വിചാരം കാര്യമായിട്ട് എന്തൊക്കെയോ ഇവിടെ നടക്കേണ്ടതെന്നാണ് വിചാരം. അപ്പോൾ ഇന്ന് വൈകിട്ട് കൊറിയർ പോകും. ആ കൊറിയറിലേക്കുള്ളതാണ് നമ്മളിപ്പോൾ ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പം ചെയ്യണം. അപ്പോൾ വൈകിട്ട് പോകുന്ന കൊറിയർ ആയതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങൾക്ക് അവിടെ മിക്കവർക്കും നാളെ തന്നെ എത്തും. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ളവർക്ക് നാളെ തന്നെ സംഭവം എത്തും.
അതുകൊണ്ടിട്ടാണ് ഈ വൈകിട്ടുള്ള കൊറിയറിലേക്ക് നമ്മൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതേ സ്ക്രീനിൽ കാണുന്ന നമ്പർ വേഗം എല്ലാവരും ആവശ്യക്കാരൊക്കെ ഓർഡർ ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ആരിസ് ഹെയർ കെയർ ഹെർബൽ ഓയിലും ഉണ്ട്. ഓയിൽ 100% നാച്ചുറലാണ്, ഹോം മെയ്ഡാണ്. മുടി പോകാതിരിക്കാനും അകാൾ നിലനിരയാലും മുടി തഴച്ച് വളരാനും നല്ല സിൽക്കി ആകാനും കറുത്ത മുടി വരാനും മുടി നിരക്കാതിരിക്കാനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ പേസ്റ്റ് ഒന്ന് വേഗം ആക്കിയിട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവളിപ്പോൾ ഇതൊക്കെ കൊളാക്കി തരും. ഇപ്പം തന്നെ ഉണ്ടല്ലോ എൻ്റെ കയ്യിലൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റിക്കറും കൂടി അടിച്ചിട്ട് ഞാൻ വേഗം കവർ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഹെന്നയുടെ ആ ഒരു പേക്കിങ് കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഹെന്ന നമ്മൾ തയ്യാറാക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, അപ്പോൾ എത്രത്തോളം ഈസിയാണ് ഇതിൻ്റെ ഉപയോഗവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, വേഗം ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം ആരി7.